നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയ ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ് എന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയാസ് ബേസ്ഡ് ക്ലാസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. 2022 എക്സാമിനേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയാസിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ചില ഭാഗങ്ങളുടെയൊക്കെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഭാഗങ്ങളിൽ നിന്ന് മുമ്പേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നോക്കുന്നുണ്ട്. ഇന്ന് മുഴുവൻ എടുക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങളെ എടുക്കുന്നുള്ളൂ. എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിത് നോക്കാം. അതിനുശേഷം അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി ചെയ്യാം. അപ്പൊ നമ്മള് ഇതില് ഫോക്കസ് ഏരിയാസിൽ വരുന്ന പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇതിനു മുമ്പേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വേണമെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ആൻസേഴ്സും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2022 SLC എക്സാമിനേഷന് വേണ്ടി ഏതൊക്കെ പോർഷൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. ഫോക്കസ് ഏരിയാസിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ലീഡ്സ് ടു ഒറിജിൻ ഓഫ് സെൽ, അതായത് പ്രിമിറ്റീവ് സെൽ ഉണ്ടാവാൻ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് ആണ് അടുത്തത് വരുന്നത്. പിന്നെ അടുത്തത് ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മെയിൻ പോയിന്റ്സ് ഓഫ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ചാൾസ് ഡാർവിൻ. ദെൻ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ പറയുന്നുണ്ട്. എവല്യൂഷന്റെ എവിഡൻസുകളിൽ ഫോസിൽ എവിഡൻസും അതുപോലെ തന്നെ മോർഫോളജിക്കൽ സ്റ്റഡീസിൽ നിന്ന് ലഭിക്കുന്ന എവിഡൻസുകളുമാണ് ഫോക്കസ് ഏരിയാസിൽ വരുന്നുള്ളൂ. ബാക്കി ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ കുറച്ച് ഭാഗങ്ങളെ ഈ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയാസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് എന്തായിരുന്നു? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആയിരുന്നു അല്ലെ. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് അത് പ്രപ്പോസ് ചെയ്തത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ജസ്റ്റ് പറയല്ല, പഠിക്കുകയാണ് നമ്മൾ കേട്ടോ. AI ഒപ്പാരിൻ ആൻഡ് JBS ഹാൽഡെയിൻ. ഇനീഷ്യൽ ഓർത്തു വെച്ചില്ലെങ്കിലും ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ ഈ രണ്ട് പേരുകൾ ഓർത്തു വെക്കുക. ഒപ്പാരിൻ ഹാൽഡെയിൻ തിയറി എന്നൊക്കെ നമുക്ക് ഈ തിയറിയെ പറയാം. ഒപ്പാരിനും ഹാൽഡെയിനും ആണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പ്രപ്പോസ് ചെയ്തത്. ആരൊക്കെയാണ്? ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ. നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ ആ പേരുകൾ പഠിച്ചു പോവുക. അതിനു വേണ്ടിയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ ഫോക്കസ് ഏരിയസിലാണെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സയന്റിസ്റ്റുകളുടെ പേരൊന്നും ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പ്രപ്പോസ് ചെയ്തത് ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ ഈ രണ്ട് സയന്റിസ്റ്റുകൾ കൂടെ ചേർന്നാണ്. ദെൻ നെക്സ്റ്റ്, എന്താണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷനിൽ എന്താ പറയുന്നത്? പ്രിമിറ്റീവ് എർത്തിലെ പ്രത്യേകതരം കണ്ടീഷൻസിൽ അവിടെ സീ വാട്ടറില് കെമിക്കൽ സബ്സ്റ്റൻസുകൾക്ക് ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ നടന്നാണ് ആദ്യത്തെ സെല്ല്, പ്രിമിറ്റീവ് സെല്ല് ഫോം ചെയ്തത് എന്നാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷനിൽ പറയുന്നത്. എന്താണ് പറയുന്നത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷനിൽ? ലൈഫ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദി കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ സീ വാട്ടർ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ് ഇൻ പ്രിമിറ്റീവ് എർത്ത്. പ്രിമിറ്റീവ് എർത്തിലെ സ്പെസിഫിക് കണ്ടീഷൻസിൽ സീ വാട്ടറില് ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾക്കൊക്കെ ചില റിയാക്ഷൻസ് ഒക്കെ നടന്ന് അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ നടന്നാണ് ലൈഫ് അല്ലെങ്കിൽ ആദ്യത്തെ സെല്ല് ഉണ്ടായി എന്നാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് മനസ്സിലായില്ലേ? അത് ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്ത് എന്നും മനസ്സിലായി. നെക്സ്റ്റ്, ഈ ഒരു പിക്ചറൈസേഷനിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അവിടെ നടന്നിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ്. ഈ കെമിക്കൽ ചേഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ, ആ ഇൻഡിക്കേറ്റേഴ്സിന്റെ ആൻസേഴ്സ് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താ പറയുന്നുള്ളത് ഞാൻ ഓവറോൾ ഒരു ഐഡിയ പറഞ്ഞു തരാം. അറ്റ്മോസ്ഫിയറില്, അതായത് പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏതൊക്കെ ഗ്യാസസ് ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക്? ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, നൈട്രജൻ ഉണ്ടായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു, മീഥേൻ ഉണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു, വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, അങ്ങനെ കുറെ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ, പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു. ഹൈഡ്രജൻ സൾഫൈഡ് കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും
ഗ്യാസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരുന്നു. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നില്ല? ഫ്രീ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഇതെല്ലാം കാണാതെ പഠിക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെയാണ് ഉള്ളത്. അപ്പോ ഇവിടെ ഇല്ലാത്തത് എന്താണ്? ഓക്സിജൻ ഇല്ല. ഫ്രീ ഓക്സിജൻ എവിടെ കാണുന്നില്ല? പ്രിമിറ്റീവ് എർത്തിലെ അറ്റ്മോസ്ഫിയറിൽ കാണുന്നില്ല, കണ്ടിരുന്നില്ല. ഓക്കെ, ഇനി അവിടെ അവൈലബിൾ ആയിരുന്ന എനർജി സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. തണ്ടർ ആൻഡ് ലൈറ്റനിങ്, ദെൻ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, ദെൻ വോൾക്കാനിക് ഇറപ്ഷൻസ്. ഇത്രയൊക്കെയായിരുന്നു പ്രിമിറ്റീവ് എർത്തില് എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ വാട്ടർ വേപ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടൻസേഷൻ സംഭവിച്ച് മഴയായി പെയ്യാണ്. ഓക്കെ, കണ്ടിന്യൂസ് മഴ പെയ്യാണ് ചെയ്യുന്നത്. വാട്ടർ വേപ്പേഴ്സിന് കണ്ടൻസേഷൻ സംഭവിച്ച് കുറെ സമയത്തേക്ക് എന്ത് ചെയ്തു? മഴ പെയ്തു. ആസ് എ റിസൾട്ട് അങ്ങനെ കുറെ കാലത്തേക്ക് മഴ പെയ്തതിന്റെ ഫലമായി അവിടെ എന്തുണ്ടായി? ഓഷ്യൻസ് ഫോം ചെയ്തു. ഓക്കെ, ഇനി ഈ ഓഷ്യൻസിൽ ഈ കെമിക്കൽ സബ്സ്റ്റൻസുകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡുകൾ, നൈട്രജൻ ബേസസ്, ഫാറ്റി ആസിഡ്സ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ദെൻ ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് പ്രോട്ടീൻ ആവുന്നു. മോണോസാക്കറൈഡുകൾ കൂടിച്ചേർന്ന് പോളിസാക്കറൈഡ് ആവുന്നു. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ്, ഷുഗർ, അങ്ങനെ പല സബ്സ്റ്റൻസുകളും ഒക്കെ ചേർന്ന്, നൈട്രജൻ ബേസുകളൊക്കെ ചേർന്ന് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവുന്നു. ദെൻ ഫാറ്റി ആസിഡുകൾ, അവയിൽ നിന്നും ലിപ്പിഡ്സ് ഉണ്ടാവുന്നു. അങ്ങനെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസും സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസും ഒക്കെ കാണുന്നുണ്ട്. ഈ ഓർഗാനിക് മോളിക്യൂൾസ് ഒക്കെ എങ്ങനെയൊക്കെയോ റിയാക്ട് ചെയ്ത് അതിന് ചില ചേഞ്ചസ് ഒക്കെ സംഭവിച്ച് ന്യൂക്ലിക് ആസിഡ്സും ലിപ്പിഡ് ലെയറും ഉണ്ടാവുന്നു. ലിപ്പിഡ് ലെയറും ന്യൂക്ലിക് ആസിഡ്സും ഫോം ചെയ്തു. അപ്പോ അങ്ങനെ ഈ ന്യൂക്ലിക് ആസിഡ്സ് അകത്തും ലിപ്പിഡ് ലെയർ പുറത്തും, ന്യൂക്ലിക് ആസിഡ് അകത്തും ലിപ്പിഡ് ലെയർ പുറത്തും, അങ്ങനെ ഒരു രീതിയിൽ ആദ്യത്തെ സെല്ല് അല്ലെങ്കിൽ പ്രിമിറ്റീവ് സെല്ല് ഓഷ്യനിൽ രൂപപ്പെടുകയാണ്. അപ്പൊ അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടന്നത്? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. പിന്നെ ന്യൂക്ലിക് ആസിഡ്സും ലിപ്പിഡ് ലെയറും കൂടെ ചേർന്ന് ഒരു സെല്ല് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ പ്രിമിറ്റീവ് എർത്തിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? സോഴ്സ് ഓഫ് എനർജി എന്തായിരുന്നു? ദെൻ അവിടെ ഉണ്ടായിരുന്ന സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്തൊക്കെയാണ്? അതിൽ നിന്ന് എങ്ങനെയാണ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായത്? എങ്ങനെ പ്രിമിറ്റീവ് സെല്ല് ഫോം ചെയ്തു എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ ഒരു ഓർഡർ എങ്കിലും എന്തായാലും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്, ദെൻ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ്, പിന്നെ ഇവ രണ്ടും ചേർന്നാണ് ന്യൂക്ലിക് ആസിഡ്സും ലിപ്പിഡ് ലെയറും ഒക്കെ ഉണ്ടാവുന്നത്. ദെൻ പ്രിമിറ്റീവ് സെൽ. അപ്പൊ അങ്ങനെ നടന്ന കാര്യങ്ങളുടെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. The main concepts related to chemical evolution is stated below. Rearrange these statements in the flowchart given below. അപ്പോൾ കെമിക്കൽ എവല്യൂഷനിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഓർഡർ ആക്കി എഴുതാണ് വേണ്ടത്. ഫോർമേഷൻ ഓഫ് സിമ്പിൾ ബയോമോളിക്യൂൾസ് ലൈക്ക് മോണോസാക്കറൈഡ്സ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ് എക്സെട്ര. Formation of primitive cells which have the ability of self replication. അപ്പൊ ഇതായിരിക്കും എന്തായാലും അവസാനം വരുന്നത് അല്ലെ. അത് നമുക്ക് മനസ്സിലായി. പ്രിമിറ്റീവ് സെൽ ഉണ്ടാവുകയാണല്ലോ. Then formation of a separate lipid layer on the surface of water. Atmosphere of primitive earth with hydrogen, carbon dioxide, methane, etc. as gases. Formation of complex molecules like polysaccharides, peptides, fats and nucleotides. Formation of genetic materials and proteins. Formation of oceans and other water bodies by incessant rains. Okay, അപ്പോ ഇതില് ആദ്യം എന്താ വരുന്നുണ്ടാവുക? പ്രിമിറ്റീവ് എർത്തിലെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻസ് ആണ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പോ ഡി എന്ന് പറഞ്ഞു കിടക്കുന്നതാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്തായിരിക്കും? മഴ പെയ്ത് ഓഷ്യൻസ് ഒക്കെ ഉണ്ടായ കാര്യമായിരിക്കും നെക്സ്റ്റ് വരുന്നത്. സോ രണ്ടാമത്തത് വരുന്നത് ജി ആയിരിക്കും. ദെൻ സിമ്പിൾ മോളിക്യൂൾസ് ഉണ്ടാവുന്നു, സിമ്പിൾ ബയോമോളിക്യൂൾസ് ഉണ്ടാവുന്ന കാര്യമാണ് മൂന്നാമത് വരുന്നത്. ഓക്കെ, ഇനി ഈ സിമ്പിൾ ബയോമോളിക്യൂൾസിൽ നിന്നും എന്തുണ്ടാവുന്നു? കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ഓക്കെ, ദെൻ ജനറ്റിക് മെറ്റീരിയൽ, പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അഞ്ചാമത്തത് അത് വരും. അതുപോലെ തന്നെ ലിപ്പിഡ് ലെയർ ഉണ്ടാവുന്നു. ദെൻ എന്തുണ്ടാവുന്നു? ലിപ്പിഡ് ലെയർ ഉണ്ടാവുന്നു. ആസ് എ റിസൾട്ട്
ഇതിൽ നിന്നെല്ലാം കൂടെ ചേർന്ന ഒരു സെൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് അവസാനം വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവസാനത്തെയൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പൊ അത് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ബാക്കി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഓർഡർ കിട്ടി. ഫസ്റ്റ് എന്താണ്? പ്രിമിറ്റീവ് എർത്തിലെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ, ദെൻ ഓഷ്യൻസ് രൂപപ്പെട്ട കാര്യം, ദെൻ സിമ്പിൾ ബയോമോളിക്യൂൾസ് ഉണ്ടാവുന്നു, ദെൻ അതിൽ നിന്നും കോംപ്ലക്സ് ബയോമോളിക്യൂൾസ് ഉണ്ടാവുന്നു. അപ്പൊ ആ കോംപ്ലക്സ് ബയോമോളിക്യൂൾസിൽ നിന്നും പിന്നെ സിമ്പിൾ ബയോമോളിക്യൂൾസിൽ നിന്നും ഒക്കെ കൂടെ ചേർന്ന് ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ടാവുന്നു. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും കോംപ്ലക്സ് മോളിക്യൂൾസിൽ പെടുന്നത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലെയർ, ലിപ്പിഡ് ലെയർ ഉണ്ടാവുന്നു. ഒരു സെൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം ഒരു ലെയർ, ഒരു കോമ്പൗണ്ട് പോലെ ഉണ്ടാവണല്ലോ. അപ്പൊ ഒരു ലെയർ ഉണ്ടാവുന്നു, പിന്നെ എന്തുണ്ടാവുന്നു? ഒരു സെൽ ഉണ്ടാവുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ സെയിം ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ചിലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ചിലത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ തന്നെ ഇട്ട ക്വസ്റ്റ്യൻസ് അല്ല, ഗവൺമെന്റ് അതോറിറ്റീസിൽ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും എടുത്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, an illustration related to chemical evolution given below, complete it appropriately. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് മോണോസാക്രൈഡ് പറയുന്നുണ്ട്, ദെൻ നമുക്ക് അടുത്തത് എഴുതാം. ഓക്കെ, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് പോളിസാക്രൈഡ് പറയുന്നു. നെക്സ്റ്റ് ഒന്നുകൂടെ എഴുതാം. ഓക്കെ, ന്യൂക്ലിക് ആസിഡ്സ് ലിപ്പിഡ് ലെയർ, ദെൻ ഇവിടെ എന്താണ് വരുന്നത് എഴുതണം. അപ്പൊ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ മോണോസാക്രൈഡ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ എന്തുകൂടെ ഉൾപ്പെടുത്താം? അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, നൈട്രജൻ ബേസസ്, ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? അമിനോ ആസിഡുകൾ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോംപ്ലക്സിൽ നമുക്ക് എന്ത് പറയാം? പ്രോട്ടീനുകൾ എന്ന് പറയാം അല്ലെ. ദെൻ ഇവിടെ ന്യൂക്ലിക് ആസിഡ്സും ലിപ്പിഡ് ലെയർ ഒക്കെ ഉണ്ടായി. അതിൽ നിന്ന് എന്തുണ്ടാവുന്നു? പ്രിമിറ്റീവ് സെൽ അല്ലെ, സെൽ ഉണ്ടാവുന്നു. ഓക്കെ, ഫസ്റ്റ് അമിനോ ആസിഡുകൾ, നൈട്രജൻ ബേസസ്, ഫാറ്റി ആസിഡ്സ് ഏത് വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് ടോട്ടൽ 1.5 മാർക്കൊക്കെ വരുന്നെന്ന് വിചാരിക്കുക. അപ്പൊ ഓരോന്ന് എഴുതിയാൽ മതിയാവും. ഇനിയിപ്പോ 3 മാർക്കിനൊക്കെ ചോദിക്കുന്നെങ്കിൽ ഒന്നിൽ 2 ഒക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, 2 വെച്ച് എഴുതുക. ദെൻ ലാസ്റ്റ് ഫൈനൽ എന്തായാലും പ്രിമിറ്റീവ് സെൽ എന്നുള്ള ഉത്തരം തന്നെ വരുന്നുള്ളൂ. രണ്ടാമത്തത് പ്രോട്ടീൻ ആവാം, ന്യൂക്ലിയോ ടൈഡുകൾ ആവാം, ലിപ്പിഡുകൾ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, വാട്ട് അക്കോർഡിംഗ് ടു അപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ മൈറ്റ് ബി ദ സോഴ്സ് ഓഫ് എനർജി for the evolution of substances in the primitive earth. അപ്പൊ നോക്കൂ, സോഴ്സ് ഓഫ് എനർജി ആണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? thunder and lightning, volcanic eruptions and ultraviolet radiations. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. പ്രിമിറ്റീവ് എർത്തിലെ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? thunder and lightning, ultraviolet radiations and volcanic eruptions. ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, an illustration related to chemical evolution is given below. Complete the illustration using the information given in the box. RNA, DNA, polysaccharides, peptides, fats, presence of H2N2, CO2, monosaccharides, amino acids. So, chemical evolution ആയിട്ട് relate ചെയ്ത് വരുന്നതാണ് atmosphere of primitive earth. Atmosphere of primitive earth. അവിടെ എന്താ പ്രത്യേകത? presence of H2N2, CO2 ഒക്കെയാണ് വരുന്നത് അല്ലെ. അപ്പോ ഇവിടെ മൂന്നാമത്തെയാണ് വരിക. ഓക്കെ, ഈ മൂന്നാമത്തെ എന്താണ്? എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ബി നോക്കാം. ജനറ്റിക് മെറ്റീരിയൽസ്, പ്രോട്ടീൻസ്. ജനറ്റിക് മെറ്റീരിയൽസ്, പ്രോട്ടീൻസ്. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? RNA, DNA ഒക്കെയാണ് അല്ലെ. അപ്പൊ ബിയുടെ ഭാഗത്ത് എന്താ വരുന്നത്? 1 ആയിരിക്കും വരുന്നത് അല്ലെ. ഓക്കെ, ബി ആൻസർ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഇവിടെ ഡിസ്കഷൻ സമയത്ത് മെൻഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സി വരുന്നത് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഏതൊക്കെയാണ് ഇതില്? മോണോസാക്രൈഡ്സും അമിനോ ആസിഡുകളും ആണ് അല്ലെ. മോണോസാക്രൈഡ്സും അമിനോ ആസിഡുകളും ആണ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡി എന്താണ്? കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ് ചോദിക്കുന്നത്. കോംപ്ലക്സ് മോളിക്യൂൾസ് ഏതൊക്കെയാണ്? പോളിസാക്രൈഡ്സ്, ഫാറ്റ്സ്, പെപ്റ്റൈഡ്സ് ഒക്കെയാണ് വരിക അല്ലെ കോംപ്ലക്സില്. സോ ഇവിടെ എന്താ വരിക? സെക്കൻഡ് വരുന്നതാണ് വരിക. നോക്കാം. അറ്റ്മോസ്ഫിയർ പ്രിമിറ്റീവ് എർത്ത് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് H2N2, CO2. ജനറ്റിക് മെറ്റീരിയൽസ്, പ്രോട്ടീൻസ് പറയുമ്പോൾ RNA, DNA. മോണോസാക്രൈഡ്സ്, അമിനോ ആസിഡ്സ് ഒക്കെ എന്തിനാ വരിക? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിലാണ് വരിക.
കോംപ്ലക്സ് മോളിക്യൂൾസിൽ പോളിസാക്കറൈഡ്സ്, പെപ്റ്റൈഡ്സ്, ഫാറ്റ്സ് ഒക്കെ വരും. ഓക്കെ, ഇനി നമുക്ക് യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവിടെ നടന്നിട്ടുള്ള റിയാക്ഷൻസും അത് ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് തറോ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്കിനി യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് നോക്കാം. യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇപ്പോ ഒപ്പാരൻ ആൻഡ് ഹാൽഡൻ പ്രപ്പോസ് ചെയ്ത തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സപ്പോർട്ടോടു കൂടിയൊക്കെയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇവിടെ അവരൊരു ഗ്ലാസ് ഫ്ലാസ്ക് എടുക്കുന്നു. ആ ഗ്ലാസ് ഫ്ലാസ്കിനകത്ത് പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഗ്യാസുകളൊക്കെ അവർ എടുക്കുന്നു. എന്നിട്ട് അവിടെ തണ്ടർ ആൻഡ് ലൈറ്റനിങ് ഒക്കെ ആയിരുന്നല്ലോ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എനർജി ലഭിക്കാനായിട്ട് ഇലക്ട്രിക് എനർജി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഈ ഗ്ലാസ് ഫ്ലാസ്കിലെ ഈ ഗ്യാസസിനെ ഒരു കണ്ടൻസറിലൂടെ കടത്തി വിടുന്ന സമയത്ത് സെഡിമെന്റ് ആവുന്ന ആ സബ്സ്റ്റൻസുകളിൽ അല്ലെങ്കിൽ ആ സെഡിമെന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടി? അമിനോ ആസിഡുകൾ കിട്ടി. അതിൽ നിന്നും അമിനോ ആസിഡുകൾ കിട്ടി. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ വാട്ടർ ഉണ്ട്. നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ അത് ചൂടാവും. അപ്പൊ വാട്ടർ വേപ്പർ ഉണ്ടാവും അല്ലെ. ആ വാട്ടർ വേപ്പർ ഇവിടെ വരുന്നു. ഇവിടെ ഓൾറെഡി മീഥേൻ, അമോണിയ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന കുറെ ഗ്യാസസ് ഒക്കെ ഇവിടെ ഉണ്ടായി അല്ലെ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അതുപോലത്തെ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് എനർജിയും കൊടുത്തു. ദെൻ ഈ ഗ്യാഷ്യസ് മിക്സ്ചറിനെ നമ്മൾ കണ്ടൻസറിലൂടെ കടത്തി വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അത് ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു സെഡിമെന്റ് ഉണ്ടാവും. ആ സെഡിമെന്റിൽ നമ്മൾ ഒരു മിക്സ്ചർ പോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിൽ എന്തൊക്കെ സബ്സ്റ്റൻസുകൾ ഉണ്ട് എന്നുള്ളത് നോക്കിയ സമയത്ത് അവിടെ നിന്ന് എന്ത് കിട്ടി? അമിനോ ആസിഡുകൾ കിട്ടി. ഇപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്തിന്റെ നോട്ട് ഒന്ന് നോക്കാം. ഓക്കെ, യൂറേ ആൻഡ് മില്ലർ conducted their experiment by artificially recreating the atmosphere of primitive earth that contained methane, ammonia, hydrogen and water vapor. Okay, for this they designed a glass apparatus. They took mixture of methane, ammonia, hydrogen and water vapor in the glass flask. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. In the place of natural energy sources like thunder and lightning in the atmosphere of primitive earth, high voltage electricity was passed through the gaseous mixture in the glass flask. അപ്പോ അവിടെ ഇലക്ട്രിക് എനർജി കൊടുത്തു. Then this gaseous mixture was cooled with the help of a condenser. കണ്ടൻസറിലൂടെ കടത്തി വിടുമ്പോൾ തണുക്കും. Okay, the sediment substances were separated and when observed organic molecules such as amino acids were found. അപ്പൊ നമ്മൾ ആ സെഡിമെന്റിൽ കുറെ സബ്സ്റ്റൻസുകൾ ഉണ്ടല്ലോ, അതെടുത്ത് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ, സെപ്പറേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ എന്ത് കിട്ടി? അമിനോ ആസിഡുകൾ കിട്ടി. അപ്പൊ ഇതുപോലെ കുറെ ബയോമോളിക്യൂൾസ് ഒക്കെ ഉണ്ടായി. ദെൻ അവിടെ നിന്നും ആണ് എന്തുണ്ടായി എന്ന് മനസ്സിലായി? സെല്ല് അല്ലെങ്കിൽ പ്രിമിറ്റീവ് സെല്ല് ഉണ്ടായി എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇതുപോലെ വേറെയും കുറെ സയന്റിസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്തു, ഇതേപോലത്തെ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ പല ബയോമോളിക്യൂൾസും നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ്. ആ പേരിൽ തന്നെയുണ്ട്. അത് പ്രപ്പോസ് ചെയ്തത് യൂറേ ആൻഡ് മില്ലർ, ഈ രണ്ട് സയന്റിസ്റ്റുകൾ കൂടെ ചേർന്നാണ്. അവരൊരു ഗ്ലാസ് അപ്പാരറ്റസ് എടുക്കുന്നു. ആ ഗ്ലാസ് അപ്പാരറ്റസില് അവര് ഗ്യാഷ്യസ് മിക്സ്ചർ എടുക്കുകയാണ്. പ്രിമിറ്റീവ് എർത്തിലെ കണ്ടീഷനിലുള്ളത് പോലത്തെ ഗ്യാഷ്യസ് മിക്സ്ചർ എടുക്കുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അവരവിടെ പ്രിമിറ്റീവ് എർത്തിലേതുപോലെ തന്നെ അതുപോലെയുള്ള എനർജി, അതായത് ഇലക്ട്രിക് എനർജിയും കൊടുത്തു ആർട്ടിഫിഷ്യൽ ആയിട്ട്. ദെൻ ഈ ഗ്യാഷ്യസ് മിക്സ്ചറിനെ അവര് കണ്ടൻസറിലൂടെ കടത്തിവിട്ട് സെഡിമെന്റ് എടുത്ത് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ അതിൽ അമിനോ ആസിഡുകളുടെ പ്രസൻസ് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോ എന്താണ് യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലായില്ലേ? ഈ നോട്ടും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ചേർത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. Identify the evolutionary theory which is substantiated by the given experimental setup. ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റിന്റെ ആണ്. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? നിങ്ങളിപ്പോ ഇവിടെ ഉത്തരം യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ എവല്യൂഷണറി തിയറി. ഏത് തിയറിയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണ് അല്ലെ. എന്താണ്? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ.
അപ്പൊ നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ബയോ അബോർഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.